ജിതേഷേ നമ്മൾ രാവിലെ ഇപ്പൊ തീരെ കിട്ടുന്നില്ലല്ലോ, എന്താ പ്രശ്നം? അതന്നെയാണോ ഞാനും ചിന്തിക്കണത്. കല്യാണം കഴിഞ്ഞ ഉടനെയാണ് സാധാരണ കമ്പനിയൊക്കെ നിർത്തിപ്പോകുന്നത്. ഇതിപ്പോ എന്തുണ്ടായാവോ? ഇതിപ്പോ 1.5 കൊല്ലായില്ലടോ. പിന്നിപ്പം എന്താ പറ്റി? അതിപ്പോ ഓനോടനെ ചോദിച്ചു നോക്കണേ. അതാ ഓനല്ലേ രാവിലെ അല്ലേ പോണ്? രാവിലെ ആ എന്തൊക്കെയാ പരിപാടി? നോക്കല്ലേ? രസം പൊടി ഇട്ടോ? അതൊക്കെ നിർത്തിയില്ലടാ. എന്ന്? കൊറേ ആയി നിർത്തിയിട്ട്. അനക്കിപ്പോ അല്ലേലും ഞമ്മളൊന്നും കണ്ടുപിടിക്കില്ലല്ലോ. അതെന്താ ജിതേഷ അങ്ങനെ ഒരു വർത്താനോ? ഇപ്പൊ ഞങ്ങളെ കൂടെ കമ്പനി ഓടില്ലല്ലോ, എന്താ പറ്റി? എടാ ഈ കമ്പനി കൂടെ ഇഷ്ടമില്ലാഞ്ഞിട്ടൊന്നും അല്ലടാ. നിങ്ങളെ കൂടെ കമ്പനി കൂടിയാൽ ഏറിയ ഒരു 200 ഉറുപ്പ്യല്ലേ ആകുള്ളൂ. ഈ 200 ഉറുപ്പ്യ ഇവിടെ തന്ന് ഞാൻ അടിച്ച് വീട്ടിൽ പോയാലേ അവിടെ 2000 ഉറുപ്പ്യ ചെലവാടാ. 2000 ഉറുപ്പ്യോ? ആ 2000 ഉറുപ്പ്യ ചെലവ്? അതൊക്കെ ഒരു കഥയാടാ. ഇമ്പള് ലാസ്റ്റ് അന്ന് കൂടിയില്ലേ? രാവിലെ വാ, ആ നമുക്കൊരു ചെറുത് നോക്കിയാലോ? ഞാൻ ഇല്ലടാ, ഞാൻ മീനൊക്കെ വാങ്ങിക്കണ്. ഇത് വീട്ടിൽ കൊടുക്കണം. അത് മീനേ ഇത് കഴിഞ്ഞാണ്ട് കൊണ്ടേ കൊടുക്കാം. ഒരു ചെറിയ സാധനം ഉണ്ട് ഇവിടെ. സാധനമൊക്കെ സെറ്റാ സാധനമൊക്കെ സെറ്റാ അവിടെ തന്നെ. അതെ, ആ മീൻ അവിടെ കൊണ്ടുപോയി നോക്ക്. അതിന്റെ മുകളിൽ അവിടെ നിന്ന് ഗ്ലാസും കൂടെ എടുത്ത് പോയി. അതിന്റെ മുകളിൽ പിന്നെ മീൻ ഇത് കഴിഞ്ഞിട്ട് കൊടുക്കല്ലേ. ഗ്ലാസ് ഇതാ, സാധനമൊക്കെ ഇവിടെ. സാധനം എടുക്കി. ആ കട്ട പൈസ എവിടെ? 250 ഉറുപ്പ്യ കട്ട പൈസ. കട്ട പൈസ ഞാൻ തരാം, ഗൂഗിൾ പേ ചെയ്ത് തരാം. പഴയ പൈസ തരാണ്ടല്ലോ. ആടോ ഞാൻ രണ്ടും കൂടി ഗൂഗിൾ പേ ചെയ്ത് തരാം. ഗൂഗിൾ പേ ഇന്റെ ഞാൻ ചെയ്താ സാധനം റെഡി. ഞാൻ ഗൂഗിൾ പേ ചെയ്ത് തരാം. ആ സാധനം വാങ്ങിയ ഞാനാണ്. 1300 ഉറുപ്പ്യ സാധനത്തിന് വില. നമ്മളെല്ലാ സാധനം കൂടി 300 ഉറുപ്പ്യ തരണം. പിന്നെ കഴിഞ്ഞ ആഴ്ച 200 ഉറുപ്പ്യ തരാനുണ്ട്. രണ്ടും കൂടി 500 ഉറുപ്പ്യ തരണം. ആ ആയിക്കോട്ടെടോ, അത് രണ്ടും കൂടി ഞാൻ ഗൂഗിൾ പേ ചെയ്ത് തരാം. നമ്മൾ നോക്കിക്കോളാം. അല്ലേ ഞാൻ പോവാ കേട്ടോ. ആ ഓക്കെ ആയിക്കോട്ടെ. ഓ ഓക്കെ. ആ മീന് മീന് ആ ആയിക്കോട്ടെ. ഓ ആയിക്കോട്ടെ. ആ പണിയൊന്നുമില്ലേ? പണിയില്ലേ? നിങ്ങൾ പണി ഉണ്ടാക്കി തരോ? നല്ല അരിപ്പാണല്ലോ. നിങ്ങളെ എന്റെ തരിപ്പ് വെക്കണ്ടെന്ന്. നിങ്ങളെ മോണ്ടാ വായക്കണ്ടത്ത് കിടക്കണ്. പോയി നോക്കീന്ന്. അമ്മയുടെ മോ ഇന്നും നല്ല ഫിറ്റാണല്ലോ. അത് നിന്റെ പോരായ്മയല്ല, അത് നിർത്താനുള്ള കഴിവ് നിനക്കില്ലാഞ്ഞിട്ടല്ലേ. ഇതിപ്പോ എന്റെ കുറ്റായോ? അല്ലാണ്ട് നിങ്ങളെ വളർത്തുവശം കൊണ്ടല്ലേ? അല്ല മോളെ, എന്റെ കല്യാണം കഴിഞ്ഞ് വരുന്ന സമയത്ത് ഇവന്റെ അച്ഛൻ വരുന്നൊരു വരവുണ്ടായിരുന്നു. ഉടുത്ത മുണ്ട് തലയിൽ കെട്ടി പാട്ടും പാടി വീട്ടുകാരെ കൊണ്ടൊക്കെ പറയിപ്പിച്ചിട്ടൊരു വരവായിരുന്നു. അങ്ങനത്തെ ആളെ ഞാൻ വരച്ച വരയിൽ 1 മാസം കൊണ്ട് നിർത്തി. ഇവന്റെ വരവ് ഇതൊക്കെ എന്ത്? എന്നാലേ ഞാനൊന്ന് നോക്കട്ടെ, എനിക്ക് വരച്ച വരെ നിർത്താൻ പറ്റുമോന്ന്. എന്റെ മിടുക്ക് പോലെ എന്താച്ചാ ചെയ്യ്. സുനന്ദേ മീനാ. ഇന്ന് നല്ല മൂഡിലാണല്ലോ. മൂടോ? എനിക്കോ? ഏയ്
അത് കണ്ടാലും അറിയാ. നിങ്ങളെ ആ മീനിനെ നീന്തം പഠിപ്പിക്കാണ്ട് അങ്ങോട്ട് കയറി പോരി. അമ്മേ ആ ഇതാ മീൻ ഓക്ക് കൊടുത്തിട്ട് ഓള് വാങ്ങില്ല. എന്തിനാ മോനെ അമ്മേനെ എങ്ങനെ പറയിപ്പിക്കുന്നത്? മോനെ ഇതൊക്കെ ഒന്ന് നിർത്തിക്കൂടെ? ഇവിടെ എന്താണ് മോളെ? നിങ്ങൾ പിണ്ടാണ്ട് അങ്ങോട്ട് പോയാ. നല്ല കലിപ്പാണല്ലോ. എന്തേർത്താണൊരു ചിങ്ങനെ നോക്ക് എടി, ഞാൻ എൻ്റെ കമ്പനിക്കാരൊപ്പം കമ്പനി കൂടിയിട്ട് 2 പെഗ് ഓരോ സന്തോഷത്തിന് കുടിച്ചതാ. ഉണ്ടാവൂല ഇജ്ജ് എന്താണ് ഇങ്ങനെ ആയാലും? നിങ്ങളെ സന്തോഷം നിങ്ങളെ കമ്പനിക്കാരെ സന്തോഷം. എനിക്ക് സന്തോഷമൊന്നും ഇല്ലല്ലോ. ഇല്ലടി, ഞാൻ നിർത്തി. നിർത്തും. ഒരു പണി കൊടുക്കണം. അല്ലെന്ന് നിങ്ങൾ കുടിച്ചോളി, അത് നിങ്ങളെ സന്തോഷത്തിനല്ലേ. അമ്മ കാണടി. അല്ലെന്ന് എന്താക്ക കണ്ട അതും ഇതൊന്നും ഓർഡർ ചെയ്യല്ലേ. നിങ്ങളൊന്നും മിണ്ടാണ്ടിരി. നോക്ക്, നിങ്ങൾ ഇന്നും കുടിച്ചോളി, നാളെയും കുടിച്ചോളി, അത് നിങ്ങളെ സന്തോഷത്തിന്. ഇത് എന്റെ സന്തോഷത്തിനാട്ടോ. ഇത് ഞാൻ ഓർഡർ ചെയ്യും മോനെ. ഇതാണടാ അന്നത്തെ കഥ. നിങ്ങളെ കൂടെ കമ്പനി കൂടിയ അന്ന് എനിക്ക് 2200 നഷ്ടാ. ഈ കമ്പനി നിർത്തിയാലേ 2200 ലാഭ. അതുകൊണ്ടാ ഞാൻ വരാത്തത്.